ആയിട്ട് പറഞ്ഞൊരു കാര്യം വീട്ടമ്മമാരുടെ ഒരു പെൻഷനാണ്. സ്ത്രീ സുരക്ഷ എന്ന പേരിൽ പറഞ്ഞിട്ട് വീട്ടമ്മമാരുടെ പെൻഷനാണ്. അത് നേരത്തെ തന്നെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് ഇപ്പോൾ അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. 1000 രൂപ വെച്ച് എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, തുക പറഞ്ഞിരുന്നില്ല. അപ്പം നോക്കിയാൽ മതി. പിന്നെ തുക പറഞ്ഞിരുന്നില്ല. അങ്ങനൊരു പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു. ക്ഷേമ പെൻഷൻ്റെ നിങ്ങൾക്കറിയാം, ഈ ക്ഷേമ പെൻഷൻ ഇപ്പം നിങ്ങൾ നേരത്തെ 2000 ആക്കിയേക്കും 1800 ആക്കിയേക്കും എന്നൊക്കെ വാർത്ത കൊടുത്തിരുന്നു. വാസ്തവത്തിൽ ചർച്ചകളുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ഞാൻ പറഞ്ഞു, അന്ന് എന്നോട് ചോദിച്ചോണ്ട് പറഞ്ഞു, എത്രയാണെന്ന് പറയുന്നില്ല, വളരെ പോസിറ്റീവായിട്ടാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു വർക്ക് 1 മാസമെങ്കിലുമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ 2000 ആക്കി. മറ്റ് ഓരോ മേഖലയിലും എല്ലാ നമ്മുടെ സ്കീം വർക്കേഴ്സിനും എന്ന് പൊതുവിൽ പറഞ്ഞാൽ ആശ, അംഗൻവാടി, പാചകത്തൊഴിലാളി, അവരുടെ ഡെയിലി കൂലിയാണെങ്കിലും അവർക്കും 1000 രൂപ വെച്ച് വരും. അംഗൻവാടി, പിന്നീട് അതുപോലെയുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് എല്ലാവരുടെയും 1000 രൂപ വെച്ച് വർദ്ധിപ്പിക്കുന്ന തീരുമാനം വന്നു. സാക്ഷരതാ പ്രവർത്തകന്മാരുടെ. അപ്പോൾ ഇതുപോലെ മറ്റ് ചില മേഖലയിൽ കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉണ്ടാകാം. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഈ കാര്യം കാണുന്നത്. ധനകാര്യ വകുപ്പിന് നല്ല ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. കാരണം നല്ല ബാധ്യത വരുന്നതാണ് ക്ഷേമ പെൻഷൻ വർധന. നമ്മൾ സർക്കാർ ജീവനക്കാരുടെ DA 2 DA കൊടുക്കുമെന്നായിരുന്നു റൂൾ 300-ൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ നിങ്ങളോടും പറഞ്ഞു, 2 DA കൊടുത്തു. സർക്കാർ ജീവനക്കാരുടെ പരിപാടിയിലും പറഞ്ഞു ഇനിയും ചിലപ്പം ഇനിയും കൊടുക്കും. കാരണം അവർക്ക് അർഹമായിട്ടുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനിടയിൽ അനുഭവത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത്, 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. ആ വെട്ടിക്കുറവിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന വലിയ കുറവ് നിൽക്കുന്നതുകൊണ്ട് ആദ്യത്തെ 2-3 വർഷക്കാലം ഞങ്ങളുടെ ചെലവ് 30,000 കോടിയാണ് തൊട്ട് മുമ്പത്തെ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ വർഷത്തേക്കാൾ വർദ്ധിച്ചത്. കാരണം ഇതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം അടക്കം വന്നുകൊണ്ടാണ്. അതിന് ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം 57,000 വെട്ടിക്കുറയ്ക്കപ്പെട്ടു. അത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം ചെയ്തത്. കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഞങ്ങളെ ധനപരമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ ഒരു ടേക്ക് ഓഫ് ഉണ്ട്. അപ്പോൾ കളിയാക്കിയ ആളുകൾ ആദ്യം തൊട്ടേ പറയുന്നത് ഇത് പൂച്ചവറ്റ് കിടക്കുകയാണ്, ഖജനാവില്ല. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ അളവിനേക്കാളും കൂടുതൽ വർധനയാണ്. ഇപ്പോൾ 1,75,000 കോടി ശരാശരി ഒരു വർഷം ചെലവാക്കുന്ന നേരത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് വളരെ നന്നായി പ്ലാൻ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇക്കാര്യത്തിന് വരുന്ന ബാധ്യതകൾ നല്ല തുക ബാധ്യത വരും. ഇത് കൃത്യമായി ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇപ്പോഴേ പറഞ്ഞതെന്നൊരു സംശയം തോന്നാം. എന്നാൽ പിന്നെ ബഡ്ജറ്റിലല്ലേ സാധാരണ പ്രതീക്ഷിക്കുക? നിങ്ങളെല്ലാം പ്രതീക്ഷിക്കും ബഡ്ജറ്റ് സമയത്താണ്. ഇപ്പോൾ ബഡ്ജറ്റ് ഒരെണ്ണം കൂടെ അവതരിപ്പിക്കും. സാധാരണഗതിയിലൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പൂർണ്ണ ബഡ്ജറ്റ് അല്ല. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണല്ലോ അതിൻ്റെ ഫുൾ കാര്യങ്ങൾ പാസ്സാക്കുക. മാർച്ചിൽ പാസ്സാക്കില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സ്റ്റണ്ടിനാണ് ഇത് അവതരിപ്പിക്കുന്നതല്ലയോ അന്നേരം പറയുക. ഇതിപ്പോൾ അങ്ങനല്ല. നവംബർ മാസം 1-ാം തീയതി തൊട്ട് നടപ്പിലാവുമെന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ ഇന്ന് കാര്യം നടപ്പിലാവും. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ കഴിഞ്ഞിട്ടുള്ള കാര്യം പറയുമ്പോൾ അത് ആ സമയമാണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ തന്നെ പറയും. നമ്മളല്ലേ, ഞാനും പത്രപ്രവർത്തകനാണെങ്കിൽ അത് പറയും, രാഷ്ട്രീയ പ്രവർത്തന നിലയിൽ പ്രതിപക്ഷമാണെങ്കിൽ അത് പറയും. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ ഈ ഗവൺമെൻറ് ഇനിയും ചെയ്യേണ്ട സമയമുണ്ട് ഈ കാലാവധി. അപ്പോൾ ഈ കാലയളവിനകത്ത് അത് ചെയ്യാമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടും ഇത് കൃത്യമായി കൊണ്ടുപോകും. കേരളത്തിലെ ഈ സാമ്പത്തിക രംഗം ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും ഒക്കെ വലിയ തകർച്ചയിൽ നിന്ന് കടന്നു വന്ന് ഈ കാര്യം ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്, വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. എന്തായാലും നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്രയും ഞങ്ങൾ ഇത് ചെയ്തത് ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ്. അല്ല, ഒരു കാര്യം ചെയ്യുമ്പോഴേ നിങ്ങൾ ചോറ് വിളമ്പുന്നത് കഴിച്ചിട്ടല്ലയോ അടുത്ത ഐറ്റത്തിലേക്ക് നോക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ സീത്തെ. അപ്പം ഇതിന്റെ കാര്യങ്ങൾ ഇതിപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇനി അടുത്തൊരു കാര്യമാണ്. അടുത്ത കാര്യം പിന്നെ വരുന്നതല്ലേ. ഇപ്പം ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് എത്ര ബാധ്യത വരുന്നതാണ്. നല്ല ബാധ്യത വരുന്ന ഒരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. പ്രഖ്യാപനങ്ങളെല്ലാം വിശദമായി കണക്കാക്കണം. എന്തായാലും ഒരു 10,000 കോടി കുറയില്ല. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടുന്നില്ല ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിലത്തെ സ്കൂൾ വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുവിതരണം ഇങ്ങനെയൊക്കെ തന്നെ പലതവണയും പലതും പെൻഡിംഗ് ആയി കിടക്കുന്നതിന് 10,000 കോടിക്ക് അടുത്തുണ്ട് കേട്ടോ.
പിന്നീട് നമ്മുടെ ടാക്സ് വിഹിതം വെട്ടിക്കുറച്ചൊക്കെയാണ് നേരത്തെ പറയുന്നത്. ഇതിപ്പോൾ ഇത്രയും ബാധ്യത വരും എന്ന് പറഞ്ഞാൽ ഓവർ എ പീരീഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് ധരിക്കുന്നത്. ക്ഷേമ പെൻഷന് 3000 കോടിയുടെ ചെലവ് വരും എന്നാണ് പറഞ്ഞത്. അധിക ബാധ്യതയാണോ? അധിക ബാധ്യതയാണ്. അത് അധിക ബാധ്യതയാണ്. കാരണം ഇപ്പൊ തന്നെ 10,000 കോടിക്ക് അടുത്ത് ഒരു വർഷം ചെലവാക്കുന്നുണ്ടല്ലോ. അതിന് വരും. പിന്നെ വീട്ടമ്മമാരുടെ പെൻഷൻ എന്നുള്ള സ്ത്രീ സുരക്ഷാ വീട്ടമ്മമാരുടെയാണ്. കോളേജ് കുട്ടികൾക്ക് അവർക്ക് അതിന്റെ സ്കീം വിശദമായിട്ട് വരണം. അവർക്ക് 1000 രൂപ വെച്ച് പഠിത്തം കഴിഞ്ഞവർക്ക് അവരുടെ ഒരു ജോബ് സീക്കിംഗ് പീരീഡ് ആണ്. അവർക്ക് ഉള്ള ഒരു കാര്യമുണ്ട്. കുടുംബശ്രീ ADS എല്ലാ കുടുംബശ്രീകളിലും ഓരോ വാർഡിലും കിട്ടുന്നതാണ്. അത് വലിയൊരു കാര്യമാണ്. അതിനൊക്കെ ആ നല്ല തുക വരുന്നതാണ്. പിന്നെ ക്ഷേമ പെൻഷനും നെല്ലിന്റെ റബ്ബറിന്റെ വർധന. നെല്ല് 30 രൂപ. അതൊരു കാര്യം ഞാൻ പറയുകയാണ്, നെല്ലിന്റെ തറവിലയാണ് 30 നിശ്ചയിച്ചേക്കുന്നത്. ഞങ്ങളൊരിക്കലും ഈ ഗവൺമെന്റ് വന്നപ്പോഴത്തോട് പറയുന്നുണ്ട് ഇൻസെന്റീവായി കണക്ട് ചെയ്തല്ല അത് കൊടുക്കുന്നത്. ഇപ്പോൾ ഓരോ സമയത്തും കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കേന്ദ്ര ഗവൺമെന്റ് എത്രയും തരാത്തതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് പ്രഖ്യാപിക്കുന്ന ഇൻസെന്റീവ് ഉണ്ട്. ആ ഇൻസെന്റീവ് ഇതിൽ നിന്ന് തട്ടിക്കുറയ്ക്കും. അതിന് യാതൊരു സംശയം വേണ്ട. കാരണം ഇപ്പം അവർ പ്രഖ്യാപിച്ച എല്ലാ തുകയെക്കാളും കൂടുതലാണ്. അതിനിയും നാളെ ഇനി ഒരു 50 പൈസ ഇൻസെന്റീവ് പ്രഖ്യാപിക്കുമ്പോൾ അതനുസരിച്ച് കൂട്ടുകയല്ല. അത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. കാരണം ധനകാര്യമന്ത്രി എന്ന നിലയിൽ എനിക്ക് ആ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. അസംബ്ലിയിൽ ഇത് പറയാറുണ്ട്. ഇൻസെന്റീവ് എത്ര വരട്ടെ, ഇപ്പം നെൽകൃഷിക്കാർക്ക് ഒരു 30 രൂപ കൊടുക്കണം. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ നെല്ല് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. അതും കുറേയേറെ കാര്യങ്ങൾ ഇന്ന് സെറ്റിൽ ചെയ്തു. അതിന് നല്ല തുക ചെലവ് വരുന്നതാണ്. ആ സെറ്റിൽമെന്റ് ഇന്ന് ഉണ്ടാക്കിയത് അവരുമായിട്ട് കൊടുക്കാനുള്ളതൊക്കെ. അപ്പോൾ ഇതെല്ലാം നാട്ടിലെ കൃഷിക്കാർക്ക്, റബ്ബറിന് വില കൂടിയാൽ കൃഷിക്കാർ കൂടുതൽ കൃത്യമായി റബ്ബർ കൃഷി ചെയ്യും. അപ്പോൾ അവരുടെ റബ്ബർ വിൽക്കുന്നതിന്റെ വരുമാനം വരും. അതായത് ഈ ഇൻസെന്റീവ് അവർക്ക് കൊടുക്കുന്ന തറവില മാത്രമല്ല, അത്തരം പ്രൊഡക്ഷൻ നടക്കും. നെല്ല് കൃഷി കൂടുതൽ വരും. ഇതേപോലെ കാർഷിക മേഖലയിൽ കൂടുതൽ സംഭവങ്ങൾ വരും. നമ്മുടെ ഓരോ മേഖലയിലും ഇൻകം വരും. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി. 2 പേര് പെൻഷൻ മേടിക്കുന്നവരും ഒരു കുട്ടിയുണ്ടെന്ന് വെച്ചോ, അല്ലെ 2 കൊച്ചുമക്കളുണ്ടെന്ന് വെച്ചോ, ആ വീട്ടിൽ അത്യാവശ്യം അവർക്ക് നന്നായിട്ട് ഈ കാര്യങ്ങൾ പിന്നെ കിട്ടും. അങ്ങനെ ചെയ്യാനാണ് കേരളം ഒരു വ്യത്യസ്തമായ സമീപനമുള്ള സംസ്ഥാനമാണ്. നവകേരളം സൃഷ്ടിക്കാനാണ്. ഇതിനൊപ്പം നവംബർ 1 നമ്മുടെ അതിദാരിദ്ര്യ മുക്തമായി പ്രഖ്യാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വരികയാണ്. അതുകൊണ്ട് ഇത് വാസ്തവത്തിൽ ഇത്രയും നല്ലൊരു കാര്യം കേരളത്തിൽ ചെയ്യുന്നു എന്നുള്ളത് കൂടുതൽ ശക്തിപ്പെടുത്താൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ കണക്ക് കൂട്ടിയിരുന്ന കാര്യമൊക്കെ ആ സമയത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞാൽ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഇത്ര കൂട്ടുവോ ഇവിടെ വരും. അപ്പം അങ്ങ് സാധാരണഗതിയിൽ അങ്ങനെ കണക്ക് കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ക്യാബിനറ്റ് വെച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് നേരത്തെ പറയുന്നത് ഇതൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന കാര്യം. ആത്മവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ കടം സാധാരണഗതിയിൽ എടുക്കും. പക്ഷെ കടമെടുക്കുന്നത് കഴിഞ്ഞ 30 വർഷക്കാലം കേരളത്തിലെ ഓരോ 5 വർഷവും വന്ന സർക്കാരുകൾ എടുത്ത കടത്തിന്റെ പരിധി അനുസരിച്ച് എടുക്കുകയാണെങ്കിൽ 1,25,000 കോടി കൂടി അധികം കേരളത്തിന് ഇപ്പം കിട്ടേണ്ടതാണ്. ഞാൻ ആ കണക്ക് നേരത്തെ പറഞ്ഞു. സാധാരണഗതി 90%, 100% വെച്ച് ഓരോ 5 വർഷവും വർദ്ധിക്കും. പക്ഷെ ഇപ്പോൾ 60% പോലും കടം വർദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ കടത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട 5 സംസ്ഥാനങ്ങളിൽ കടം കുറച്ച 5 സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കേരളത്തെ കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിന്റെയും സ്റ്റേറ്റ് ബാങ്കിന്റെയും ഒക്കെ കണക്കുകളിൽ വന്നത് നിങ്ങൾ കണ്ടു. AG അക്കൗണ്ടന്റ് ജനറലിന്റെ കണക്കിനകത്തും നിന്ന് കേരളം ഇംപ്രൂവ് ചെയ്തു. യഥാർത്ഥത്തിൽ സർ തോമസ് ഐസക്കിന്റെ വർഷത്തിന്റെ 5ാമത്തെ വർഷം 2,96,000 ആയിരുന്നു കേരളത്തിന്റെ കടം. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അവസാനത്തെ വർഷം അത് 1,80,000 1,56,000 ആയിരുന്നു. എൻ്റെ ഓർമ്മയെന്ന് ഞാൻ പറയുകയാണ്. സോ VSന്റെ ഗവൺമെന്റിന്റെ സമയത്ത് ഏറ്റവും അവസാനത്തെ വർഷം അത് 86,000 കോടിയായിരുന്നു. ഓരോ സമയത്തും 90% അല്ലെങ്കിൽ 100% ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതനുസരിച്ച് 2,96,000 നിന്നും ഈ 5 വർഷം കഴിയുമ്പം ഏകദേശം 6 ലക്ഷം കോടി ആവണം. 4,70,000 കോടി വരെ എടുക്കാനേ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ സാധാരണ എനിക്ക് മുമ്പുള്ള എല്ലാ ധനകാര്യമന്ത്രിമാരുടെയും സമയത്ത് കിട്ടിയിരുന്ന തുകയെക്കാളും 1,25,000 കോടി കുറച്ചേ എടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞില്ല 10,000 കോടിയോളം അധികം ബാധ്യത വരാം. ആ ബാധ്യത വരുന്നത് പിന്നെ ഇത്രയും കടമെടുക്കാനുള്ള സമയത്ത് പോലും ആ കടം കിട്ടാതിരിക്കുന്ന ഇതിലാണ്. അതുകൊണ്ട് ബാധ്യതയൊന്നും അധികം വരില്ല. താങ്ങാൻ പറ്റാത്ത ബാധ്യത വരില്ല. കേരളം നല്ല സ്ട്രോങ് ആയിട്ട് പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് സന്തോഷമല്ലേ? കാരണം നിങ്ങൾക്കെല്ലാം പത്രങ്ങൾക്കുൾപ്പെടെ മീഡിയയ്ക്കുൾപ്പെടെ ശക്തമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടാവുന്ന സാഹചര്യം. അതുകൊണ്ടാണ് ഞാൻ ആത്മവിശ്വാസത്തോടെ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഏത് സമയം 2ാം നിമിഷം പ്രഖ്യാപിക്കാൻ പോകുന്നത് സാധാരണ സഭയിലോ അല്ലെങ്കിൽ ബജറ്റിലോ പറയേണ്ടത് ഇപ്പൊ പറഞ്ഞതൊരു ടൈമിംഗ് ഒരു പ്രശ്നം, അത് ഇലക്ഷൻ മുന്നിലൂടെ ആരോപണം വന്നാൽ അല്ല, അത് നിങ്ങൾക്ക് അങ്ങനെ പറയാം. പിന്നെ എല്ലാ ഗവൺമെന്റുകളും ടൈമിംഗ് ഒക്കെ നോക്കി തന്നെ പ്രഖ്യാപിക്കാറുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ബീഹാറിൽ ഇപ്പോൾ എന്താ അവിടുത്തെ ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവിടുത്തെ BJP ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം,
മഹാരാഷ്ട്രയിലും കർണാടകത്തിൽ കഴിഞ്ഞ സമയത്ത് അവർ പ്രഖ്യാപിച്ചല്ലോ. അതൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പിലാണ്. ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇത്രയും പറയേണ്ട കാര്യമില്ലല്ലോ. പഞ്ചായത്തും അസംബ്ലി തെരഞ്ഞെടുപ്പും അടുത്തടുത്ത് വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ഈ ഐസ്ക്രീമിന്റെ മേളിൽ ഒരു ചെറി വെക്കുന്ന പോലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തല്ല വെച്ചത്. ഞങ്ങൾ പറയുന്നത് ദിസ് വി ക്യാൻ ഡു, വി വിൽ ഡു, ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ചെയ്യും. ഗവൺമെന്റിന് തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്നാൽ ഇത് കൃത്യമായി ചെയ്യും. ഞങ്ങൾ അല്ലാതെ നേരത്തെ ഇരുന്നവർ 18 മാസക്കാലത്തെ പെൻഷൻ, സാമൂഹ്യ പെൻഷൻ 600 രൂപയായിട്ട് പോലും കുടിശ്ശിക കൊടുത്തവരാണ്. ഇതൊക്കെ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ പറയും, പ്രചരിപ്പിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ, ഈ പറഞ്ഞ മഹാരാഷ്ട്ര, കർണാടക, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പറഞ്ഞതെല്ലാം അതേപോലെ കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഞങ്ങളങ്ങനല്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവാറില്ല. പത്രപ്രവർത്തകർ എന്നല്ലേ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഞങ്ങൾക്കത് ദേഷ്യമില്ല. വിഷമം കാണുമായിരിക്കും ചില സമയത്ത്. ഞങ്ങളെ ആകെ ശ്വാസം മുട്ടിക്കുന്ന സമയത്ത് ആ പണം തരാത്തതിനെ പറ്റി നിങ്ങൾ പറയാതെ ഞങ്ങളെ വിമർശിക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ ഇവിടെ അതല്ല. ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ഇതെല്ലാം കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം നടന്നു വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. പെട്ടെന്ന് കേന്ദ്രം ഇപ്പം തന്നെ 6000 കോടി രൂപ ഈ വർഷം ആദ്യം കുറച്ചു. GSTയുടെ വന്നപ്പോഴും കുറച്ച് കുറയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ മാത്രമല്ല, 8 സ്റ്റേറ്റുകൾ ഞങ്ങൾ കൂടി കണക്ക് വെച്ചു. ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഇത് നന്നായി നടത്താൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ്. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പറയാറില്ലെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ആവശ്യമില്ലാതെ ഇതുവരെ അങ്ങനെ ഒരു പറ്റാത്ത കാര്യമൊന്നും സാധാരണ പറയാറില്ല. ഇതിപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ആ വിശ്വാസം ധനകാര്യ വകുപ്പിനും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. ധനകാര്യ വകുപ്പിനുണ്ട്. നവംബറിൽ ചില കാര്യങ്ങൾ ഇതിന്റെ എല്ലാം ഫയലൊക്കെ അടിയന്തരമായി ക്യാബിനറ്റ് തീരുമാനം കഴിഞ്ഞ് ഫയൽ മൂവ് ചെയ്യുന്നുണ്ട്. അടിയന്തരമായിട്ട് ഇപ്പോൾ DAയുടെ കാര്യം പറഞ്ഞല്ലോ. DA സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് DA 4% അടുപ്പിച്ചാണെന്ന് തോന്നുന്നു ഈ സമയത്ത്. അതിന്റെ എല്ലാം നടപടിക്രമം ഇപ്പം നടന്നിട്ട് പെട്ടെന്ന് ആവാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. കാരണം 2 ദിവസം പെൻഷനും ഇപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. പെൻഷന്റെയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പെൻഷനും ചെയ്യാൻ പറ്റും. അത് സംബന്ധിച്ചും അടിയന്തരമായിട്ട് അതിന്റെ കൃത്യമായ ഒരു മാനദണ്ഡമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളും ആ മാനദണ്ഡം അതിന്റെ സിസ്റ്റം നടപ്പിലാക്കുന്നതിന്റെ ഒരു ചെറിയ സമയം വരും. കാരണം ഇത്രയേറെ ആളുകളുടെ ലിസ്റ്റൊക്കെ ആക്കി എടുക്കുന്നില്ല. അതിന് വേറെ തടസ്സമൊന്നുമില്ല. ഒരു ബ്രോഡായ മാനദണ്ഡമുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും.